ഡൽഹിയിൽ നടന്ന അക്രമ സമരത്തിന് മുന്നിൽ സർക്കാർ കീഴടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പൂർണ്ണമായും വഴങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു. അംഗീകരിക്കാത്ത ഒരു ആവശ്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് മാത്രവുമല്ല, വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളെ സംബന്ധിച്ച് യുവാക്കളുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കാനായിട്ട് വീണ്ടും 4 ആഴ്ചയ്ക്കുള്ളിൽ ചർച്ച നടത്തുമെന്ന് കൂടി കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ സമരങ്ങൾക്ക് കീഴടങ്ങാൻ നിന്നാൽ കർഷക സമരത്തിന് മുമ്പിൽ കീഴടങ്ങി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഈ സമരത്തിന് മുന്നിലും കീഴടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ കീഴടങ്ങൽ നിരന്തരമായി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് വലിയ നിയമങ്ങളാണ്. FCRA ഭേദഗതി, അതുപോലെ തന്നെ വരുന്നുണ്ട് UCC വരുന്നുണ്ട്, വൺ നേഷൻ വൺ ഇലക്ഷൻ വരുന്നുണ്ട്. രാജ്യത്തിൻ്റെ അടുത്ത ഒരു നൂറ്റാണ്ടിലേക്കുള്ള ഭാവിയെ നിർണ്ണയിക്കേണ്ടി വരുന്ന നിയമങ്ങളാണ് ഇതെല്ലാം തന്നെ. ആ നിയമങ്ങൾക്കും ഇതുപോലെ സമരം വന്നാൽ കീഴടങ്ങുമോ സർക്കാർ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം പല CAA ബില്ലിന് കീഴടങ്ങിയില്ലല്ലോ. കർഷക ബില്ലിൻ്റെ നമ്മൾ പറയുമ്പോൾ തന്നെ മറുവശത്ത് CAA ബില്ലുണ്ട്, കീഴടങ്ങിയിട്ടില്ല. പിന്നെ അതിൽ ഒരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചിരുന്നതെന്ന് വ്യത്യസ്തമാണ് BJPയുടെ നയം. രാജ്യത്ത് അനാർക്കി ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വല്പം ഗവൺമെൻറ് തലകുനിച്ചാൽ പോലും തെറ്റില്ല. രാജ്യമാണ് വലുത്, ഗവൺമെൻറ് അല്ല, പാർട്ടിയല്ല. അതാണ് പൂജനീയ സർസംഘചാലക് ഇന്നലെ പറഞ്ഞതും. യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം എന്നുള്ള ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതെന്ന് വെച്ചാൽ രാജ്യമാണ് വലുത്, അനാർക്കി ഒരിക്കലും ഉണ്ടാവാനായിട്ട് അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്കത് വേണ്ടി വരും. കർഷക ബില്ലിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇരുന്ന് അവർ വളരെ മോശമായ രീതിയിൽ പോയി. പിന്നെ നമുക്ക് ഈ കാര്യത്തിൽ ആ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷങ്ങൾ എസ്പെഷ്യലി രാഹുൽ ഗാന്ധി ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്ന പോലെ വന്നു. പ്രധാനമന്ത്രിയുടെ വീട് കാണിച്ചത് മിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം തരം പരിപാടികളാണ്. ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് പ്രതിപക്ഷ നേതാവ് ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ വിച്ച് ഈസ് തേർഡ് റേറ്റ് പരിപാടിയാണ്. അപ്പോൾ അതൊക്കെയാണെങ്കിലും ഇന്നലത്തെ ഈ ചർച്ച സ്റ്റുഡൻസിനോട് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ ഗവൺമെൻറ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറോടും സർക്കാർ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ സ്റ്റുഡൻസിനോട് സംസാരിക്കുന്നതോട് ഇവർ ഔട്ടാണ്. ആ ചർച്ചകളിൽ നിന്ന് ഇവർ ഔട്ടായി. അത് അവർക്ക് ക്ഷീണം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഇതേപോലത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ അതാത് സാഹചര്യങ്ങളനുസരിച്ചിട്ടേ സർക്കാരിന് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ചർച്ച ചെയ്യേണ്ടടുത്ത് ചർച്ച ചെയ്യേണ്ടി വരും. ചില സമയത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടടുത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം രാജ്യത്തിന് അനാർക്കിയിലേക്ക് തള്ളിക്കൊണ്ടുപോകാൻ പറ്റില്ല, അതിനെ അനുവദിക്കാൻ പറ്റില്ല. ശരി, ഓക്കെ, അത് ഒരു സമ്മതിക്കുന്നു. പക്ഷേ ഈ നിരന്തരമായ സമരത്തിന് താല്പര്യമുള്ള ഒരു പ്രതിപക്ഷമുണ്ട്, ഇല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ട് ഇത്തരം ശക്തികളെല്ലാം തന്നെ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. അതിപ്പോൾ CIA ആയാലും ശരി തന്നെ, പാകിസ്ഥാനും ചൈനയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകളായിരുന്നു. FCRA ഒക്കെ എന്ന് പറഞ്ഞാൽ തുറന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, വിദേശ ശക്തികളുടെ തന്നെയാണ് ഇടപെടൽ. ഈ കുട്ടികളുടെ സമരം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനിടയ്ക്കും പ്രധാനമായി ഉയർന്ന അവരുടെ ഒരു വാദം തന്നെ FCRAക്കെതിരായിട്ടാണ്. അമേരിക്കൻ പൗരന്മാരടക്കം സമരത്തിൽ പങ്കെടുക്കുന്നതും കണ്ടതാണ്. അപ്പോൾ വരാൻ പോകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ അതിനെ കൈകെട്ടി നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇതുപോലൊരു പ്രക്ഷോഭം ഉണ്ടായി, അനാർക്കി തന്നെയാണ് അവരുടെ ലക്ഷ്യം എങ്കിൽ അപ്പോൾ നിയമം പിൻവലിക്കുമോ? അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കർഷക സമരം ഉണ്ടായിരുന്നു, CAA സമരം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ വിദേശ ശക്തികൾ നേരിട്ട് ഇടപെട്ടിട്ടുള്ളൊരു സമരം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇത്ര കൂടുതൽ കർഷക സമരത്തിലുണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയാൻ വയ്യ. ഖലിസ്ഥാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എല്ലാ തരത്തിലുള്ള വിദേശ ശക്തികളും, കാരണം അവർക്ക് ഭക്ഷണത്തിനുള്ള ഓർഡർ പലപ്പോഴും ബംഗ്ലാദേശിൽ നിന്നും US നിന്നൊക്കെ വന്നിരുന്നു എന്ന് പറയുന്നു, സ്വിഗ്ഗി വഴി ഭക്ഷണമൊക്കെ. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടന്ന ഒരു പുതിയ അനുഭവമായിരിക്കും സർക്കാരിന്. ഈ അനുഭവത്തിൽ നിന്ന് സർക്കാരിന് പാഠം പഠിക്കാം, എങ്ങനെ അത് കൈകാര്യം ചെയ്യാമെന്നുള്ളത്. അതിന് അവർ കേപ്പബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഏതായാലും പ്രതിപക്ഷങ്ങളെ സംബന്ധിച്ച് അവർ വിജയിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിന് ഇതൊരു വിജയമല്ല, ശരിയാണ്. പ്രതിപക്ഷം തന്നെയാണ് അവിടെ പരാജയപ്പെട്ടത്. പ്രതിപക്ഷത്തിന് മുന്നോട്ട് വയ്ക്കാൻ ഒന്നുമില്ലായിരുന്നു. ആ സമരത്തിനൊപ്പം കൂടിയപ്പോൾ അവർ തന്നെ ആട്ടി പുറത്താക്കുകയും ചെയ്തു. പ്രതിപക്ഷം പരാജയപ്പെട്ടു. പക്ഷേ സർക്കാരിൻ്റെ നിലപാടോ, സർക്കാർ പൂർണ്ണമായിട്ട് കീഴടങ്ങുകയല്ലേ ചെയ്തത്. പ്രതിപക്ഷം പരാജയപ്പെട്ടെങ്കിൽ സർക്കാർ കീഴടങ്ങി. ആരാണ് ജയിച്ചത്? അപ്പോൾ ജയിച്ച സമരക്കാർ മാത്രമാണ്. എന്തെങ്കിലും ന്യായമുള്ള ഒരു സമരമായിരുന്നു എന്നുള്ളതാണ്. ഇതിലും ന്യായമുണ്ടായിരുന്നു കർഷക സമരത്തിന്. അവർക്ക് പറയാനൊരു കാര്യമെങ്കിലും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണെന്നുള്ളത്. ഇവിടെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തി.
നടത്തിയ പരീക്ഷയിൽ വിജയം ഉണ്ടായ കുട്ടികളുണ്ടാകും. എല്ലാവർക്കും വളരെ അംഗീകരിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു രണ്ടാമത് പരീക്ഷ നടത്തിയത്. ഇനി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായില്ല, കാരണം അടുത്ത വർഷം മുതൽ ഓൺലൈനായിട്ടാണ് പൂർണ്ണമായിട്ടും നടത്താൻ പോകുന്നത്. പക്ഷേ ഈ സമരം ഉണ്ടാക്കി വെറുതെ ഒരു ന്യായവും ഇല്ലാതെ മന്ത്രിയെ രാജിവെപ്പിച്ചു എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചില്ലേ? അതിൽ ഒരു മന്ത്രി രാജിവെച്ചതിൽ ഒരു മറുവശമുണ്ട്. സാധാരണ ഒരു മന്ത്രിയുടെ വകുപ്പിൻ്റെ കീഴിൽ ഒരു ലാബ്സ് ഉണ്ടായാൽ ലാൽ ബഹദൂർ ശാസ്ത്രി കാണിച്ചൊരു മോഡലുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി ട്രെയിനിൻ്റെ ഡ്രൈവറൊന്നുമല്ല, വാസ് റെയിൽവേ മിനിസ്റ്റർ. ആ സമയത്ത് ട്രെയിനിന് സീരിയസ് ആയിട്ട് അപകടം ഉണ്ടായപ്പോൾ അത് ഏത് വർഷമാണെന്നോ എത്ര ആൾ മരിച്ചു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ അത്ര ചെറുപ്രായത്തിൽ നടന്ന സംഭവം. അദ്ദേഹം രാജിവെച്ചു. അത് മോറൽ ഗ്രൗണ്ട്സ് ആണത്, മോറൽ ഗ്രൗണ്ട് എന്ന് പറയും. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഒരാവശ്യം തന്നെയായിരുന്നു. എങ്കിലും അപ്പോൾ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നതാണ്, അതുകൊണ്ടാണ് ഇടപെട്ടത്. എങ്കിൽ രോഹിത് വെമുലയുടെ പേര് പറഞ്ഞുകൊണ്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും JNUവിലും അടക്കം നമ്മുടെ കേന്ദ്ര സർവകലാശാലകൾ IITകളിൽ വരെ സമരം നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് സ്മൃതി ഇറാനിയുടെ ആവശ്യപ്പെട്ടായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കം കേന്ദ്രീകരിച്ച് ഈ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലടക്കം അങ്ങനെ തുടങ്ങി വലിയ സമരം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അന്നൊന്നും രാജിവെച്ചില്ല. ഇതിലും വയലൻ്റ് ആയിരുന്നു ആ സമരങ്ങളൊക്കെ. അന്നൊന്നും രാജിവെച്ചില്ല, അടിച്ചമർത്തി. ഇന്നെന്തിന്? രോഹിത് വെമുലയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു വിദ്യാർത്ഥി പ്രശ്നമായിരുന്നില്ല, വിദ്യാർത്ഥികളെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അയാൾക്ക് SFIയുടെ അകത്തുണ്ടായിരുന്ന പ്രശ്നം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. അയാളുടെ പോസ്റ്റുകളിൽ ഉണ്ടല്ലോ, വ്യക്തിപരമായിരുന്നു കാര്യങ്ങളെല്ലാം, SFIയിൽ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെന്നൊക്കെ അയാൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അത് വിദ്യാർത്ഥികളെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് പൊതുവെ ഇതേപോലൊരു സപ്പോർട്ട് അതിന് കിട്ടിയിട്ടില്ല. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിൻ്റെ കുറേ IITകൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അത് അങ്ങനെ അവരും അതൊരു സീരിയസ് ആയിട്ട് സമരമായിരുന്നില്ല. അതുകൊണ്ട് അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് വിദ്യാർത്ഥികളെ ബാധിച്ചു എന്ന്. കുറച്ച് ആത്മഹത്യകളും നടന്നല്ലോ കുട്ടികളുടെ. പരീക്ഷ നടത്തി ഭംഗിയായിട്ട് വീണ്ടും നടത്തി എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ആത്മഹത്യകൾ നടന്നില്ലേ? 4 പേർ മരിച്ചു. 4 പേര് മരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ കൂടുതലാണ്. അവർ സ്മൃതി ഇറാനി അന്ന് രാജിവെച്ചില്ലെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് രാജിവെക്കുന്നത് ന്യായം തന്നെ. പക്ഷേ ഇനിയുള്ള സമരത്തിനെ എങ്ങനെ സർക്കാർ നേരിടും? ഇനി വരാൻ പോകുന്നത് നിസ്സാര സമരമായിരിക്കില്ല, ഇത് മുൻനിർത്തിയായിരിക്കും ഇനിയുള്ള സമരങ്ങൾ മുഴുവൻ വരാൻ പോകുന്നത്. അത് സർക്കാർ ചിന്തിക്കണം, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് സർക്കാർ ചിന്തിക്കണം. ഒരു നേപ്പാൾ മോഡലും ബംഗ്ലാദേശ് മോഡലിനൊന്നും അതിനൊന്നും സ്കോപ്പില്ല, ഭാരതത്തിൽ സ്കോപ്പില്ല. കാരണം ഭാരതത്തിലെ ജനങ്ങൾ അത്തരത്തിലുള്ള വയലൻസിനെ അംഗീകരിക്കുന്നവരല്ല. ജനങ്ങൾ കുറേ വയലൻ്റ് ആളുകളുണ്ടാവാം, വയലൻസിൻ്റെ രൂപത്തിൽ പോകുന്നവരുണ്ടാവാം. പക്ഷേ പോപ്പുലേഷൻ ആസ് എ ഹോൾ, ഭാരതീയ ജനസമൂഹം വയലൻസിനെ അംഗീകരിക്കുന്നവരല്ല. അതുകൊണ്ടത് ഒരു വയലൻ്റ് സമരം നേപ്പാൾ മോഡൽ, ബംഗ്ലാദേശ് മോഡൽ, ശ്രീലങ്ക മോഡൽ എന്നും പറഞ്ഞ് ഭാരതത്തിൽ ജനങ്ങൾ അംഗീകരിക്കില്ല അതിനെ. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.